ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ നെത്തോലി മീൻ കറിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. നെത്തോലി മാത്രമല്ല ചെറിയ തരം ഏത് മീനും നമുക്ക് ഇതേ രീതിയിൽ തന്നെ കറി വയ്ക്കാവുന്നതാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആദ്യം തന്നെ കറിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. കപ്പിൻ്റെ അളവിലാണെങ്കിൽ 1 കപ്പ് തേങ്ങ എടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കാം. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 5 ചെറിയുള്ളി കൂടി ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർക്കണം. ഞാനത് പിന്നീട് ചേർത്തിരുന്നു, പക്ഷേ വീഡിയോയിൽ റെക്കോർഡായിട്ടില്ല. അപ്പോൾ നിങ്ങളത് മറക്കാതെ ചേർക്കണം. അപ്പോൾ നമുക്കിത് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ഫൈൻ പേസ്റ്റായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഞാനിവിടെ 1/2 കിലോ മീനാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു മൺചട്ടിയിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ തന്നെ ഒരു 5 പച്ചമുളകും കൂടി ചേർക്കാം. ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുളി വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം ആ പുളിവെള്ളം കൂടി പിഴിഞ്ഞൊഴിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ചാറിൻ്റെ കൺസിസ്റ്റൻസി നോക്കുക. കുറച്ചും കൂടി ചാറ് വേണമെങ്കിൽ ഈ സമയത്ത് തന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഉപ്പും പുളിയൊക്കെ ഈ സമയത്ത് തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. വേണമെങ്കിൽ കുറച്ചും കൂടി ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം. കറി തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മീൻ ചേർക്കാം. അപ്പോൾ കറി ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് മീനും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി ഇതൊന്ന് തിളക്കട്ടെ. മീൻ ചേർത്ത് ഒറ്റ പ്രാവശ്യം മാത്രം സ്പൂണിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അതിന് ശേഷം സ്പൂണിട്ട് ഇളക്കിയാൽ പെട്ടെന്ന് തന്നെ മീനൊക്കെ പൊടിഞ്ഞു പോകും. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി കൂടി ആഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കറി ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തതാണ്, അതും കൂടി ചേർക്കാം. തക്കാളി ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചാൽ മതി. നമ്മുടെ കറി റെഡി ആയിരിക്കും. ചെറിയ മീനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. ഇനി നമുക്കിതിലേക്ക് തളിച്ച് ചേർക്കാം. കറി തളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഉലുവന്ന് മൂത്തതിന് ശേഷം ഇതിലേക്ക് 5 ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തതാണ്, അതും കൂടി ചേർക്കാം. നമ്മൾ അവസാനം ഇതുപോലെ ഉള്ളി വഴറ്റി ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇതിലേക്ക് ഒരല്പം കരിവേപ്പിലയും കൂടി ചേർക്കാം. വറ്റൽമുളക് വേണമെങ്കിൽ വറ്റൽമുളകും കൂടി ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. അവസാനമായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കും, മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഉള്ളി അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർക്കാം. നല്ലൊരു കളർ കിട്ടും. മുളക് പൊടി ചേർത്തതിന് ശേഷം നമുക്ക് ഉടനെ തന്നെ സ്റ്റൗ ഓഫ് ആക്കാം, അല്ലെങ്കിൽ പിന്നെ ഈ പൊടി കരിഞ്ഞോ. നമുക്ക് ഈ താളിച്ചത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി കറിയാണ്. നമുക്ക് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ഉടനെ കഴിക്കുന്നേക്കാളും ഒരു 1-2 മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം കഴിക്കുന്നതായിരിക്കും നല്ലത്. മീനൊക്കെ കണ്ടില്ലേ, നല്ല പാകത്തിന് തന്നെ വെന്തിട്ടുണ്ട്, പൊടിഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പോൾ ഈ രീതിയിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പലർക്കും അറിയാവുന്ന റെസിപ്പി ആയിരിക്കും. അറിയാത്തവരെന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്